ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പം നമ്മളിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ വാച്ച് ചെയ്യാത്തവർ എല്ലാ ദിവസവും 7 മണിക്ക് നിങ്ങൾക്ക് ദേവസ്വം ബോർഡിൻ്റെ ക്ലാസ് മിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളത് നിർബന്ധമായിട്ടും വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. നമ്മളതിൽ PYQs ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്, ഹോട്ട് ടോപ്പിക്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാത്സിൻ്റെ 3ാമത്തെ PYQ സീരീസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാത്സിൻ്റെ സെഷനിലേക്ക് പോവാം. ഇത് മുന്നേ ഉള്ള മാത്സിൻ്റെ PYQs കാണാത്തവരാണെങ്കിൽ അത് കാണുക. നിങ്ങൾക്ക് എന്താണ് അതിലൊക്കെ നമ്മൾ എല്ലാ ദിവസവും എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളും ഒരു PYQ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് ആ ഒരു സീരീസിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ മാത്സിൻ്റെ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. ഇന്ന് 3ാമത്തെ ടെസ്റ്റാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേ. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ. ഇതിൽ നമ്മളോട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് തുടർച്ചയായ, അങ്ങനെ പറഞ്ഞിട്ട് തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒന്ന് തുക തന്നിട്ടുണ്ട്, എണ്ണവും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? തുക ഡിവൈഡഡ് ബൈ എണ്ണം ചെയ്താൽ ശരാശരിയല്ലേ. അപ്പൊ ആ ശരാശരി എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ എന്തായിരിക്കും? മിഡിൽ വാല്യൂ ആയിരിക്കും, മധ്യപദമായിരിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന 300/5 നമ്മൾ ചെയ്യുക. 300/5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 60. 60 എന്നുള്ള വാല്യൂ ആണ് ആ 5 സംഖ്യകളിലെ 3ാമത്തെ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 60 കഴിഞ്ഞു. ഇനിയോ 61, 62, പുറകോട്ടോ 58, 59, 58 അല്ലേ. അപ്പൊ സംഖ്യകൾ ഏതൊക്കെയാണ്? 58, 59, 60, 61, 62. ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടുന്ന സംഖ്യ എന്താണ്? ടോട്ടൽ എന്ന് പറയുന്നത്. അതായത് ഈ സംഖ്യകളുടെ തുകയാണ് 300. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചത്? ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ്. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 62. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിച്ചു. അപ്പൊ നോക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നോക്കിയേ, താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യാ ജോഡികളിൽ തുക 1 വരാത്തത് ഏത്? ഇതാണ് ചോദ്യം. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യാ ജോഡികളിൽ ഇവിടെ നോക്കണം, നിങ്ങൾ നോക്കണം, ഛേദം ഈക്വൽ ആണെങ്കിൽ, ഛേദം തുല്യമാണ്, തന്നിരിക്കുന്ന 2 സംഖ്യകളുടെയും ഛേദം തുല്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അംശങ്ങൾ തമ്മിൽ കൂട്ടുക. ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ നോക്കിയേ, ഓപ്ഷൻ എ, 1ാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഛേദം 2. അപ്പൊ എന്ത് ചെയ്യുക? അംശങ്ങൾ തമ്മിൽ കൂട്ടുക. 1 കൂട്ടിയാൽ എത്രയാണ്? 2. 2/2 എന്ന് പറഞ്ഞാൽ 1 സോ അത് എന്തായി? തുക 1 ആണ്. അടുത്തതോ 3 ഛേദം സെയിം ആണ്. അപ്പൊ അതിന്റെ അംശം എന്താണ്? 2ഉം 1ഉം. 2ഉം 1ഉം കൂട്ടിയാൽ എത്രയാണ്? 3. അപ്പൊ 3/3 എന്ന് പറഞ്ഞാലും അവിടെയും എന്താണ് വന്നിരിക്കുന്നത്? 1 ഉത്തരം വന്നിരിക്കുന്നത് അല്ലേ. അടുത്തത് എന്താണ്? ഛേദം 11. 2ലും ഛേദം 11. അപ്പൊ അതിന്റെ അംശം എന്താണ്? 5ഉം 4ഉം ആണ്. 5ഉം 4ഉം കൂട്ടിയാൽ എത്രയാണ്? 9. 9/11 എന്ന് പറഞ്ഞാൽ 1 അല്ല. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യാ ജോഡികളിൽ തുക 1 വരാത്തത് ഏതെന്നാണ്. 1 വരാത്തത്. അടുത്ത ഓപ്ഷൻ നോക്കിയേ, 7ഉം 8ഉം കൂട്ടിയാൽ 15. 15/15 എന്ന് പറഞ്ഞാലും 1. അപ്പൊ തുക 1 വരാത്തത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സി. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ സി. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് നോക്കിയേ, 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 3/4 ഭാഗം നിറഞ്ഞു. 3/4 എന്ന് പറഞ്ഞാൽ 3/4 ഭാഗം നിറഞ്ഞു എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു? ഇതാണ് ചോദ്യം. അപ്പൊ ഇവിടെ 36 ലിറ്റർ വെള്ളമാണല്ലോ ആ ഒരു ടാങ്കിന്റെ കപ്പാസിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ടാങ്കിന്റെ കപ്പാസിറ്റി അറിയാം, 36 ലിറ്റർ ആണ്. ഇനി എന്താണ്? കുറച്ച് വെള്ളമുണ്ട്, അത് എത്രയാണെന്ന് നമുക്കറിയില്ല, വേണമെങ്കിൽ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഇനി എന്ത് ചെയ്തു? 20 ലിറ്റർ വെള്ളം കൂടി അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു അല്ലേ. അപ്പൊ 3/4 ഭാഗം എന്ത് ചെയ്തു? നിറഞ്ഞു. അപ്പൊ 36ന്റെ 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 3 27 ലിറ്റർ ആണ്. സോ 3/4 ഭാഗം നിറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വെള്ളം ഉണ്ടായിരുന്നു, അതിൽ 20 ലിറ്റർ വെള്ളം കൂടി ആഡ് ചെയ്തപ്പോൾ എന്തായി? 27 ലിറ്റർ വെള്ളമായി ആ ടാങ്കിൽ. അപ്പൊ നേരത്തെ എത്ര വെള്ളം ഉണ്ടായിരുന്നു?
27 20 അങ്ങ് കുറച്ചേച്ചാൽ പോരെ. സോ നേരത്തെ ടാങ്കിൽ എത്ര വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്? 7 ലിറ്റർ വെള്ളം അല്ലേ? 7 ലിറ്റർ ആയിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ്? പൂർണ്ണവർഗം ഏത് എന്നാണ് ചോദിച്ചത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നേരെ ഓപ്ഷനിലേക്ക് പോവാം. 5/3, 5/4, 5/5, 5/7. ഈ ഒരു ഓപ്ഷൻ നോക്കുമ്പോൾ എന്താണ്? ഒരു സംഖ്യ ഒഴികെ മറ്റെല്ലാ സംഖ്യകളുടെയും പവർ എന്താണ്? ഒറ്റ സംഖ്യയാണ്. അതിൽ ഇരട്ട സംഖ്യയായിട്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ ബി 5/4. സോ അങ്ങനെയുള്ള ഉത്തരമായിരിക്കും അതിൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ പവർ എന്തായിരിക്കും? ഒരു ഇരട്ട സംഖ്യയായിരിക്കും. അപ്പോൾ പൂർണ്ണവർഗമാവണമെങ്കിൽ എന്തായിരിക്കണം? അതിൻ്റെ എന്താണ് കൃത്യംഗം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു ഇരട്ട സംഖ്യയായിരിക്കും. അടുത്തത് ഓക്കെ. 1 കിലോഗ്രാം ആപ്പിളിന് 180 രൂപ. അപ്പൊ ആപ്പിളിന്റെ 1 കിലോഗ്രാമിന്റെ വില 180 രൂപ. 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1 കിലോഗ്രാം ആപ്പിളിന് 180 രൂപയും 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപയുമാണ് വില. 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപയാകും? അപ്പൊ ഇവിടെ 3 കിലോഗ്രാം ആപ്പിളും 4 കിലോഗ്രാം ഓറഞ്ച് അല്ലേ? അപ്പൊ 3 × 180 പ്ലസ് എന്ത് വരും? 4 × 60. 3 18 എത്രയാണ്? 54. 540. പിന്നെയോ 4 × 60 എത്രയാണ്? 240. കൂട്ടിയാൽ എത്രയാണ്? 780 രൂപയാണ് എന്ത് ഈ ഒരു 3 ആപ്പിളിനും 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിൻ്റെയും ആകെ വില. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എത്രയാണ് വില? 780 രൂപ. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ എങ്ങനെയാ സോൾവ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി, നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അടുത്തത് 20 മീറ്റർ/സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒന്ന് വേഗത തന്നിട്ടുണ്ട്. രണ്ടാമത്തെ എന്താണ്? ദൂരം, ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് സമയമാണ് കാണേണ്ടത് അല്ലേ? സമയം കാണാനുള്ള ജനറൽ ഇക്വേഷൻ എന്താണ്? സമയം ഈക്വൽ ടു എന്താണ്? ദൂരം ബൈ വേഗത അല്ലേ? ദൂരം ബൈ വേഗത. നമ്മളെ ഏറ്റവും ബേസ് ആയിട്ട് പഠിച്ചത് എന്താണ്? വേഗത ഈക്വൽ ടു സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം. അതിൽ തന്നെയാണ് ഈ ഒരു നമ്മൾ അതെന്ത് ചെയ്തു? ഇവിടെ നമുക്ക് സമയമാണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ദൂരം ബൈ വേഗത ചെയ്താൽ മതി. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വേഗത 20 മീറ്റർ/സെക്കൻഡ്. വേഗത നമുക്ക് തന്നിരിക്കുന്നത് 20 മീറ്റർ/സെക്കൻഡ് ആണ് അല്ലേ? ഇനിയോ ദൂരം എന്ന് പറയുന്നതോ കിലോമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? നമ്മളെ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. ഓക്കെ. അല്ലെങ്കിൽ മീറ്റർ/സെക്കൻഡ് നമ്മൾ എന്തിലേക്ക് മാറ്റണം? km/h മാറ്റണം. അപ്പൊ ഇവിടെ 20 മീറ്റർ/സെക്കൻഡ് ആണ് എന്ത് വേഗത തന്നിരിക്കുന്നത്. അപ്പൊ 20 മീറ്റർ/സെക്കൻഡ്. ഇനി 36 കിലോമീറ്റർ എങ്ങനെ എഴുതാം? 36,000 മീറ്റർ എന്ന് എഴുതാം അല്ലേ? ഓക്കെ. അപ്പൊ 0 വെട്ടി. പിന്നെയോ 36 2 എത്ര പ്രാവശ്യമാണ്? 18 പ്രാവശ്യം. സോ ഇപ്പൊ എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 1800 സെക്കൻഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. 1800 സെക്കൻഡ്സ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലെല്ലാം എന്താണുള്ളത്? മിനിറ്റ് ആണുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ സെക്കൻഡിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? സെക്കൻഡ്സിനെ മിനിറ്റിലേക്ക് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഹരിക്കണം അല്ലേ? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. നമ്മളിവിടെ സെക്കൻഡ്സിനെ മിനിറ്റിലേക്ക് ആക്കുമ്പോൾ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഹരിക്കണം. അപ്പൊ 1800 നമ്മൾ എന്തുകൊണ്ട് ഹരിക്കണം? 60 കൊണ്ട് ഹരിക്കണം. സോ എത്ര വരും? 30 മിനിറ്റ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, 30 മിനിറ്റ്. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അതായത് നമ്മുടെ സമയവും ദൂരവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന യൂണിറ്റ്, അതായത് നമുക്ക് വേഗത മീറ്റർ പെർ സെക്കൻഡ്സിലും
ദൂരം കിലോമീറ്ററിലാണ് തന്നതെങ്കിൽ അതിനെ ഒന്നിലേക്ക് മാറ്റണം. അതായത് കിലോമീറ്ററിൽ എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. അതുപോലെ നിങ്ങൾക്ക് ചിലപ്പം വേഗത മീറ്റർ പെർ സെക്കൻഡ്സിലും തന്നു, സമയം അവറിലും അതായത് മണിക്കൂറിലുമാണ് തന്നതെങ്കിൽ സമയത്തെയും നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ്സിലേക്ക് മാറ്റണം. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത ചോദ്യമാണ് 1.25 എന്ന ദശാംശ സംഖ്യക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏത് എന്ന്. അപ്പോൾ 1.25 എന്ന ദശാംശ സംഖ്യയാണല്ലോ. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? 1 അല്ലേ? അപ്പം എന്ത് ചെയ്യാൻ മതി? 125/100. 125/100 എന്ന് പറഞ്ഞാൽ എന്താണ്? 25 5 ആണ് 100, 25 4 ആണ് എന്ത്? 25 5 125, 25 × 4 100, 5/4. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 4, 4 + 1 5. അപ്പം എന്തായി? ഇതും എന്താണ്? 5/4 തുല്യമാണ്. അപ്പം ആൻസർ എന്താണ്? ഒന്നെങ്കിൽ 5/4. നമ്മുടെ ഓപ്ഷനിൽ 5/4 ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? കിട്ടിയിരിക്കുന്ന വാല്യൂ 5/4 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? ഭിന്നസംഖ്യാ രൂപത്തിലാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻ ഭിന്നസംഖ്യ ഏതെന്നാണ്, മിശ്രഭിന്നമല്ല. സോ ഡയറക്റ്റ് എഴുതിയാൽ മതി 5/4 എന്ന്. അടുത്തത് നോക്കിയേ. ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? അപ്പോൾ ഇയാള് വിറ്റിരിക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 2070 രൂപ. 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് എന്ത് സംഭവിച്ചു? 10% നഷ്ടം സംഭവിച്ചു അല്ലേ? 10% നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബേസ് വാല്യൂ എന്തായിരിക്കും? നമ്മളെ വാങ്ങിയ വില എപ്പോഴും നമ്മൾ എന്തിലാണ് കണക്കാക്കുക? 100-ൽ. ശതമാനം എന്ന് പറയുമ്പോൾ എന്താണ്? 100. അപ്പൊ അത് വിൽക്കുമ്പോൾ അയാൾക്ക് 10% നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? 100-ന്ന് 10 കുറയ്ക്കുക. 100-ന്ന് 10 കുറച്ചാൽ എത്രയാണ്? 90. 90 എന്ന് പറയുന്ന, അതായത് 90% 2070. ഓക്കെ. ഏതോ ഒരു സംഖ്യയുടെ 90% 2070 എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 5% ലാഭം ലഭിക്കണമെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? 100-ന്റെ കൂടെ 5 കൂട്ടണം. അപ്പോൾ 105 എത്രയാണെന്നാണല്ലോ കാണേണ്ടത് അല്ലേ? അപ്പോൾ ആ സംഖ്യയുടെ 105% എത്രയെന്നാണ്? അപ്പോൾ 2070-ന്റെ എന്ത് ചെയ്യുക? 105/90 ചെയ്യാം. 9 2 18, പിന്നെയോ 27 3, 23 × 105. 23 × 105 എത്രയാണ്? ചെയ്തേ. 3 15, 5 2 10 11, 3 1 4, പിന്നെയോ 1 2 2415 രൂപയാണ്. രൂപയ്ക്ക് വിറ്റാൽ മാത്രമേ അയാൾക്ക് 5% ലാഭം ലഭിക്കുകയുള്ളൂ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ആദ്യം 10%, അതായത് ഒരു സംഖ്യ ഒക്കെ വിറ്റപ്പോൾ അയാൾക്ക് 10% നഷ്ടമുണ്ടായി എന്നാണല്ലോ പറഞ്ഞത്. 2070 രൂപയ്ക്ക് അയാൾക്ക് വിറ്റപ്പോൾ 10% നഷ്ടമാണ് സംഭവിച്ചത്. അപ്പം ഏതോ ഒരു സംഖ്യയുടെ 90% 2070. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അയാൾക്ക് 5% ലാഭം കിട്ടണമെങ്കിൽ അപ്പം 100-ന്റെ കൂടെ 5 കൂട്ടുക. അപ്പം എത്രയാണ്? 105. അപ്പം 90 എന്ന് പറയുന്നത് 2070 ആണെങ്കിൽ 105 എത്രയാണെന്ന് കണ്ടാൽ മതി. ഓക്കെ അല്ലേ? അടുത്തത് 196 ചതുരശ്ര മീറ്റർ പരപ്പളവ് ഉള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? ഇവിടെ നമുക്ക് വിസ്തീർണം ഏതിൻ്റെ തന്നത്? സമചതുരത്തിന്റെ വിസ്തീർണം എന്താണ്? വശം ഇൻറ്റു വശം, അല്ലെങ്കിൽ A² അല്ലേ? അപ്പൊ A² എന്ന് പറയുന്നതാണ് 196. അപ്പൊ നമുക്ക് A അല്ലേ കാണേണ്ടത്? ഇപ്പൊ √196. അപ്പൊ എത്രയാണ്? 14. ഓക്കെ. ഇനി നിങ്ങൾക്ക് 196 റൂട്ട് വാല്യൂ കാണാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ. ഒറ്റയുടെ സ്ഥാനത്തേക്കം 6 വരണമെങ്കിൽ ഏതൊക്കെ സംഖ്യകളാവാം? ഒന്നുകിൽ 4 അല്ലെങ്കിൽ 6. ശ്രദ്ധിക്കുക. ഇനി ഇത് നമ്മൾ എന്താ കാണേണ്ടത്? റൂട്ട് വാല്യൂ അല്ലേ കാണേണ്ടത്. അപ്പം 2 പൊസിഷൻ മാറ്റുക. ഇനി ഏതാ വാല്യൂ ഉള്ളത്? 1 ആണ്. ഓക്കെ. ഇനി 1 ആണുള്ളത്. 1-ന്റെ അടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 1 തന്നെ. സോ 1-ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഒന്നുകിൽ 14 ആവാം അല്ലെങ്കിൽ 16 ആവാം. നമുക്ക് 15-ന്റെ സ്ക്വയർ അറിയാലോ. എന്ത് ചെയ്താൽ മതി? 5-ന്റെ സ്ക്വയർ 25,
1 കഴിഞ്ഞാൽ അടുത്ത എണ്ണൽ സംഖ്യ 2. 1 × 2 2 225. 15ന്റെ സ്ക്വയർ 225 ആണെങ്കിൽ 16ന്റെ സ്ക്വയർ അതിലും മേലെ പോവുമല്ലോ. സോ അപ്പം 225ന്റെ താഴെ വരണം. അങ്ങനെ വരണമെങ്കിൽ ഏത് മാത്രമേ ആവൂ? 14. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 14. ഇനി നോക്കിയേ, 5, 7, 14 എന്നീ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കാണേണ്ടത്? ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണോ അതിൻ്റെ LCM അഥവാ ലാസാഗു കണ്ടാൽ മതി. ഓക്കെ, അപ്പം 5, 7, 14 നമുക്കറിയാം. 5ഉം 7ഉം എന്താണ്? പ്രൈം നമ്പർ അല്ലേ, അഭാജ്യ സംഖ്യകളാണ്. സോ 5, അപ്പം ആ 5നെ ഇറക്കിയിടുക. 7നെ നമ്മൾ ഡയറക്റ്റ് എഴുതുക. പക്ഷേ 14 നമുക്ക് എങ്ങനെ എഴുതാം? 7ഉം 2ഉം. അപ്പം ഈ 7, ഈ 5ആണിത്, ഈ 7ആണിത് 2. അപ്പം നോക്കിയേ, 5 × 7 35, 35 2 70. അപ്പം ആ സംഖ്യ ഏതാണ്? 70. അപ്പം 5 കൊണ്ടും 7 കൊണ്ടും 14 കൊണ്ടും പൂർണ്ണമായും പോകുന്ന സംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എത്രയാണ്? 70. ഓക്കെ, അപ്പം അടുത്തത്, ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നതിന് NQXG എഴുതിയിരിക്കുന്നു എങ്കിൽ ഹെയ്റ്റ് എന്നതിനുള്ള കോഡ് ഏതാണ്? അപ്പം നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. LOVE NQXG. ഇനി എന്താണ്? ഹെയ്റ്റ് HATE ആണല്ലോ. അപ്പം നോക്കിയേ, L 12ാമത്തെ ലെറ്റർ ആണ്, O 15ാമത്തെ ലെറ്റർ, V 22, E 5ാമത്തെ ലെറ്റർ, N 14, Q 17, X 24, G 7. നോക്കിയേ, 12ഉം 2ഉം 14 അല്ലേ? ഓക്കെ, 15ഉം 2ഉം 17, 22ഉം 2ഉം 24, 5ഉം 2ഉം 7. അപ്പം എല്ലാത്തിലും എന്താ ചെയ്യുന്നത്? +2 ആണ് ചെയ്യുന്നത്. അപ്പം 8ഉം 2ഉം 10. 10ാമത്തെ ലെറ്റർ J. A 1, 1ഉം 2ഉം 3, C. 20ഉം 2ഉം 22, B. E 5, 5ഉം 2ഉം 7. 7ാമത്തെ ലെറ്റർ ഏതാണ്? 7ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് G ആണ്. അപ്പോൾ ആൻസർ എന്താണ്? JCVG. ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ. എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ലെറ്റർ കോഡ്, ലെറ്റർ സീരീസ് ഒക്കെ വരുമ്പോൾ ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പിന്നെ ഒന്നുകിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ A മുതൽ Z വരെ പാർട്ട് ചെയ്ത് എഴുതുക. അതായത് ആദ്യത്തെ 13 ലെറ്റർ ഒന്നാമത്തെ വരിയിലും രണ്ടാമത്തെ വരിയിൽ അടുത്ത 13 ലെറ്റർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ഇതിൽ എന്താണ് ഈ ഒരു സീരീസ് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതൊന്ന് പഠിക്കുക. ലെറ്ററിൻ്റെ പൊസിഷനൊക്കെ അത് പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇന്ന് തുടങ്ങി വെക്കാം. കുറച്ച് ലെറ്ററിൻ്റെ നമ്പർ പൊസിഷൻ കാണാനുള്ള ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം ജെ എന്ന് പറയുന്ന ലെറ്റർ അല്ലേ, ജ്യേഷ്ഠൻ എന്ന് പറയൂലേ അല്ലേ? ഏട്ടൻ എന്താ നമ്മൾ പറയുക? ജ്യേഷ്ഠൻ എന്ന് പറയും. അപ്പം ജെ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ പൊസിഷൻ എത്രയാണ്? 10. J10, ജ്യേഷ്ഠൻ, J10 ഓർത്ത് വെക്കുക കേട്ടോ. J10. കുറച്ച് ലെറ്റർ നമ്മൾ ഇന്ന് ഓർത്ത് വെക്കും. ഓക്കെ, J10. ഇനി അടുത്തത് എന്താണ്? ജി എന്ന് പറയുന്നില്ലേ? ജി ജനറേഷൻ 7, G7 അല്ലേ? ജിയിലൊരു 7 ഒളിഞ്ഞിരിപ്പില്ലേ? അപ്പോൾ ജിയുടെ പൊസിഷൻ എത്രാമത്തെ ലെറ്റർ ആണ്? 7ാമത്തെ ലെറ്റർ ആണ് ജിയുടെ പൊസിഷൻ. ഓക്കെ, അപ്പം G 7, J10. അപ്പം അത് ഓർത്തല്ലോ, ജിയും ജെയും ആയി. ഓക്കെ, ഇനി അടുത്തത് L നോക്കിയേ. L 12 എന്നല്ലേ അല്ലേ? 12ൽ എന്തുണ്ട്? L ഉണ്ട്, 12. അപ്പം എല്ലിൻ്റെ പൊസിഷൻ എത്രാമത്തെയാണ്? 12ാമത്തെ പൊസിഷനാണ് L. അപ്പോൾ J10, G7, L12. ഓക്കെ, L12. ഇനി അടുത്തത് നോക്കിക്കോളെ. M എന്ന് പറയുന്നതിലൊരു 3 ഒളിഞ്ഞിരിപ്പില്ലേ അല്ലേ? M അല്ലേ? അപ്പം M13. അപ്പം W എന്താണ്? എമ്മിനെ നേരെ തിരിച്ചിട്ടത് അല്ലേ? അപ്പം W എത്രയായിരിക്കണം? 23 ആയിരിക്കണം. M13,
W 23. അപ്പോൾ നമ്മളിപ്പോൾ എത്ര ലെറ്റർ പഠിച്ചു? നമ്മൾ ജെയിൽ തുടങ്ങി. JGLM അഞ്ചെണ്ണം ഇന്ന് പഠിച്ചു. അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർത്ത് വെക്കാം. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, സെറ്റല്ലേ? പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. സ്പീഡ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം. ഞാൻ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾ മാനിക്കുന്നുണ്ട്. അടുത്ത ചോദ്യമാണ് 1 മൈനസ് 1/2 ഇൻറ്റു 1/2 പ്ലസ് 1/2. ഇങ്ങനെയാണ് ചോദ്യം. അപ്പം നമുക്ക് എന്താണ് ബോഡ്മാസ് റൂൾ പ്രകാരം ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ബ്രാക്കറ്റ് ഇല്ല. പിന്നെ എന്താണ് ഓഫ് എന്ന കണ്ടീഷൻ ഉണ്ടോ? ഇല്ല. പിന്നെ എന്താണ് ഡിവിഷൻ ഉണ്ടോ? ഡിവിഷൻ ഇല്ല. പിന്നെയോ മൾട്ടിപ്ലിക്കേഷൻ ആണുള്ളത്. പിന്നീട് നമ്മൾ ചെയ്യേണ്ട മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഭിന്നസംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്താൽ മതി. 1 × 1 1, 2 × 2 4. പിന്നെയോ നേരെ അടുത്ത ക്വസ്റ്റ്യൻ അല്ല മീൻസ് അടുത്തത് +1/2. അപ്പം നമ്മൾ ഈ സംഖ്യനെ ഒന്ന് മാറ്റി എഴുതി. ഇനി നോക്കിയേ, 1 മൈനസ് 1/4 പ്ലസ് 1/2. അപ്പം ഇവിടെ എന്താണ് LCM? 2ൻ്റെയും 4ൻ്റെയും LCM എന്ന് പറയുന്നത് 4 ആണ്. 4 1-ൽ എത്ര പ്രാവശ്യമാണ്? 4 പ്രാവശ്യം അല്ലേ? 4 എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. സോ അതിൻ്റെ മോഡൽ നമ്മളൊന്നും ചേഞ്ച് ചെയ്യേണ്ട. 4 നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വാല്യൂ മാറാതിരിക്കാൻ നമ്മൾ മോഡലും എന്ത് ചെയ്യണം? അതേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 2 2. അപ്പം എന്താണ്? 4ഉം 2ഉം കൂട്ടിയാൽ എത്രയാണ്? 6. 6ന്ന് 1 കുറച്ചാൽ 5. 5/4 ആണ് ആൻസർ വരുന്നത്. 5/4 ഓപ്ഷനിലുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്? മിശ്ര ഭിന്നമാണ്. അപ്പം 5/4 നമ്മൾ എങ്ങനെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റും? ഇപ്പം നമുക്ക് ഇതിനെ മാറ്റാൻ എന്ത് ചെയ്യുക? 5-ൽ 4 എത്ര പ്രാവശ്യം പോകും? 1 പ്രാവശ്യം. പൂർണ്ണമായിട്ടല്ല. എന്താണ്? 1 × 4 4 പ്ലസ് 1 5 അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് 5-ൽ 4 പൂർണ്ണമായിട്ട് പോകുന്നില്ല. പക്ഷെ ഒരു 4 നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ എന്തായിരിക്കും? 5 ഹരിക്കണം 4 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ഒരു 4 4. നമ്മളിങ്ങനെ ഡയറക്റ്റ് മെത്തേഡിൽ നിങ്ങൾ ചെയ്യാറില്ലേ? 5 ഹരിക്കണം 4 എന്ന് പറഞ്ഞാൽ 1 4 4 ശിഷ്ടം 1. ഇനി ഇതിനെ എങ്ങനെ നമ്മൾ മിശ്ര ഭിന്നമാക്കും? 1 × 1/4 എന്ന ഫോമിലേക്ക് മാറ്റും അല്ലേ? അപ്പം നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പഠിക്കാത്തവരാണെങ്കിൽ നമ്മുടെ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും എന്ന് പറയുന്ന കണ്ടന്റിൻ്റെ ഒരു ഷോ മുന്നേ പോയിട്ടുണ്ട്. അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ബേസിക്സ് കാര്യങ്ങളൊക്കെ അതിൽ മനസ്സിലാവും കേട്ടോ. അടുത്തത് നോക്കിയേ, തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏത്? ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഒരു ലെറ്റർ സീരീസ് ആണ് അല്ലേ? നോക്കിയാൽ അറിയാം. AZBYCXDW അടുത്തതാണ് അറിയേണ്ടത്. നോക്കിയേ, ABBCCD കഴിഞ്ഞിട്ടോ E. പിന്നെയോ മറ്റേത് ബാക്കോട്ടേക്കാണ് പോകുന്നത്. ZYXW കഴിഞ്ഞാൽ അടുത്തത് V ആണ് ലെറ്റർ അല്ലേ? VWXYZ. സോ ആൻസർ എന്താണ്? EV. EV ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് നോക്കിയേ, തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. താരതമ്യം, വർഗീകരണം, നിരീക്ഷണം, നിഗമനം, അപഗ്രഥനം. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ നിരീക്ഷിക്കും അല്ലേ? ആദ്യം എന്ത് ചെയ്യും? നിരീക്ഷിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? താരതമ്യം ചെയ്യും, കമ്പയർ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? അതിനെ വർഗീകരിക്കും അല്ലേ? അതിനുശേഷം എന്ത് ചെയ്യും? അപഗ്രഥനം ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ നിഗമനത്തിലേക്ക് എത്തുക. അപ്പം നമുക്കതൊന്നുകൂടി ചെയ്യാം. അപ്പം ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നിരീക്ഷണം. അപ്പം 3. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? താരതമ്യം ചെയ്യണം 1. അതിനുശേഷം എന്ത് ചെയ്യണം? വർഗീകരിക്കണം അല്ലേ? അതിനുശേഷമാണ് നമ്മൾ അപഗ്രഥനത്തിലേക്ക് എത്തേണ്ടത്, അനലറ്റിക്സ്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? കൺക്ലൂഷനിലേക്ക് എത്തുക. അതാണ് നിഗമനം. ഓക്കെ. അപ്പം 3 1 2 5 4 അങ്ങനെ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി. അടുത്ത നോക്ക്, തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ആര്? അതാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ആര്? 63 67 71 73. ഒറ്റ നോട്ടത്തിൽ പറയാം എന്താണ് ഇവിടെ? 63 ഒഴികെ മറ്റെല്ലാ സംഖ്യകളും തന്നെ എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? 63. കാരണം 63 എന്താണ്? ഒരു ഭാജ്യ സംഖ്യയാണ്.
9 × 7 63. അടുത്തത്, ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു. അപ്പോൾ ഒരു വരിയിലെ കുട്ടികളുടെ ടോട്ടൽ എണ്ണം 50. ഇനിയോ മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ 16ാമത്. അപ്പൊ 16ാമതാണ് ആര്? രാഹുൽ. ഓക്കെ, അപ്പൊ ഇവിടം വരെ 16 കുട്ടികൾ. ഇനിയോ പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ഫാത്തിമ 38 ആണെങ്കിൽ 50 ന്ന് 38 കുറയ്ക്കുക. 50 ന്ന് 38 കുറച്ചാൽ എത്രയാണ്? 12. അപ്പൊ മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ ഫാത്തിമയുടെ പൊസിഷൻ എത്രയാമത്തെയാണ്? 13ാമത്തെ പൊസിഷൻ ആയിരിക്കും അല്ലേ? അതായത് 50-ൽ നിന്ന് 38ാമത് ഫാത്തിമയാണെങ്കിൽ പിന്നിൽ നിന്ന് 38ാമത്തെ പൊസിഷൻ ഫാത്തിമയാണെങ്കിൽ പിന്നെ എത്രയായിരിക്കും? അപ്പൊ 50 ന്ന് 38 കുറച്ചാൽ എത്രയാണ്? 12. അപ്പൊ 13ാമത്തെ പൊസിഷൻ ആരായിരിക്കും? ഫാത്തിമയായിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ എത്ര കുട്ടികളുണ്ട്? അപ്പൊ രാഹുലിനും ഫാത്തിമയ്ക്ക് ഇടയിൽ എത്രയുണ്ട്? 13ഉം 16ഉം തമ്മിലെ ഡിഫറൻസ് എത്രയാണ്? 3. സോ 3 കുട്ടികളുടെ ഡിഫറൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്തത് നമ്മുടെ ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ് അല്ലേ, ദിശാവബോധം. ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അപ്പൊ ഇത് നോർത്ത് ഓർത്ത് വെക്കുക, താഴെ സൗത്ത്, നിങ്ങളുടെ വലത് ഭാഗം ഈസ്റ്റ്, നിങ്ങളുടെ ഇടത് ഭാഗം വെസ്റ്റ്. അത് ഓർത്ത് വെക്കണം, അത് എപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ. അതായത് മനസ്സിലത് പതിയുന്നത് വരെ നിങ്ങളത് ഓർത്ത് വെക്കുക. അപ്പൊ 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അപ്പൊ നിങ്ങൾ അതിലൂടെ നടക്കുന്ന രീതിയിൽ വേണം നിങ്ങളത് ചിന്തിക്കാൻ. ഇനി എന്ത് ചെയ്യുക? അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പൊ കിഴക്ക് വലത്തോട്ടല്ലേ? 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അപ്പൊ ഇങ്ങോട്ടാണ് നടക്കുന്നത്. അപ്പൊ അയാളുടെ വലത് ഭാഗം എന്ന് പറയുന്നത് താഴേക്ക് 4 കിലോമീറ്റർ. അതിനുശേഷം എന്ത് ചെയ്തു? 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അപ്പൊ തിരിച്ചു നടന്നു. 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? അപ്പൊ 12 ഇവിടെയുണ്ട്, പിന്നെ ഇതെത്രയുണ്ട്? 4. 12 4 16 കിലോമീറ്റർ. ഇപ്പൊ അയാൾ എവിടെയുള്ളത്? തെക്ക് ഭാഗത്താണുള്ളത് കേട്ടോ. അയാളുടെ വീട്ടിൽ നിന്ന് 16 കിലോമീറ്റർ തെക്കാണ് ഇപ്പൊ അയാള് നിൽക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ഡിയേക്കാൾ കുറവുമാണ്. ഏറ്റവും കൂടുതൽ ഭാരം ഡിക്ക് ആണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ ഒരു ക്ലാസ്സിൽ 5 കുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി എന്താണ്? ബിയുടെ ഭാരം എന്ന് പറയുന്നത് എയേക്കാളും ഡിയേക്കാളും കുറവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എയും ഡിയും നമ്മുടെ ബിയേക്കാൾ മുന്നിലാണ്. ഇനിയോ ഇയുടെ ഭാരം എന്ന് പറയുന്നത് സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയല്ലേ? പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഭാരം ഡിക്ക്, ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണെങ്കിൽ ഡി ആരേക്കാളും മുകളില? എക്കാളും മുകളിൽ അല്ലേ? ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചത്? ഏറ്റവും കുറവ് ഭാരം ആർക്കാണ്? ഏറ്റവും കുറവ് അപ്പം ആർക്കാണ്? സിക്കാണ് അല്ലേ? ഏറ്റവും കുറവ് ഭാരം ആർക്കാണ്? സിക്ക്. അടുത്ത ചോദ്യം നോക്കിയേ. എ ബി സി ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ എ ഒന്നാമത്തെ പൊസിഷൻ, ബി 2, സി 3. അപ്പം 3ഉം 2ഉം 5ഉം 1ഉം 6. ഇനി അടുത്ത നോക്കണം, അത് പോസിബിൾ ആണെന്ന് അറിയണമെങ്കിൽ അടുത്തത് നോക്കണം. 2 3 4. അപ്പം 4 3 7 2 9. അപ്പം ബി സി ഡി എന്ന് പറയുന്നത് 9. അപ്പം സി ഡി ഇ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി. അപ്പം സി എന്ന് പറയുന്നത് എത്രയാണ്? 3, ഡി 4 5. 3ഉം 4ഉം 7ഉം 5ഉം 12. സോ ആൻസർ എന്താണ്? 12. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ സിമ്പിൾ ആയിരുന്നു. അപ്പം നമ്മളിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. അതുപോലെ എൻ്റെ നേരത്തെ PYQ സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, അത് ഞാൻ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും 7 മണിക്ക് നമ്മൾ ദേവസ്വം ബോണ്ട് ക്ലാസ്സുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും 7 മണിക്ക് ക്ലാസ്സുകൾ കാണുക. അപ്പോൾ മിൻറ്റ് നിങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ടിംഗ് ഗൈഡായിട്ടുണ്ട്. അപ്പോൾ മികച്ച പഠനം മിൻറ്റിനോടൊപ്പം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.